ഈ കരിപ്പൂർന്ന് പിന്നെ നമ്മളെ ജംബോ ജെറ്റാണ് പോലെ ഇവിടേക്ക് ജിദ്ദയിലേക്ക് അല്ലേ, റിയാദും ഒക്കെ 400 ആൾ. എത്ര ഈ കൊള്ളൽ? 2 തട്ടുള്ള ഫ്ലൈറ്റാണ്. അത്ര അധികം ആളുകളാണ് പോകുന്നത്. അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ മടങ്ങിയാൽ ഈ മലപ്പുറം ജില്ലേൻ്റെ ഗതി എന്താവും? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അഹമ്മദ് സാഹിബിനെ വിളിച്ച് പറഞ്ഞത്, ബാക്കി എല്ലാ പണിയൊന്നും നിർത്തി വെച്ചാൽ ഈ പണി മാത്രം നോക്കിയാൽ മതി, വയലാർജികളും കൂടി അവിടെ തന്നെ നിന്നത് സോൾവ് ചെയ്തില്ലേ. എല്ലാവരും മടങ്ങുന്നാണ് വിചാരിച്ചത്. കേരള ഗവൺമെൻറ് മടങ്ങുന്നവർക്ക് വേണ്ടി പ്ലെയിൻ അയച്ചു, അതിലധികം ആരും കയറിയില്ല. അപ്പോൾ അതിനൊരു പ്രസ്താവന, ഗവൺമെൻറ് പ്ലെയിൻ ഉണ്ടെങ്കിൽ ആരും കിട്ടിയില്ല. വല്ലാത്തൊരു പ്രസ്താവനയല്ലേ അത്? ഒന്നാലോചിച്ച് നോക്കിയേ. മൂറ്റ കുട്ടി പണിക്കില്ല. ഇപ്പോൾ സൗദി രാജാവ് ഡൽഹിയിൽ വന്നു, ക്രൗൺ പ്രിൻസ് വന്നു. സൗദിയിൽ ഇനി പുതിയ അവസരങ്ങൾ ഉണ്ടാകാൻ പോവാണ്. സ്വന്തം പേരിൽ ഇവിടുന്ന് ചെല്ലുന്നവർക്ക് സ്വന്തം പേരിൽ കച്ചവടം തുടങ്ങാം. ആ പരിഷ്കാരമാണ് വരാൻ പോകുന്നത്. അതിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഏറ്റവും അധികം അവസരം കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാണ്. അത് മൻമോഹൻ സിംഗിൻ്റെ കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം അത് പ്രയോജനപ്പെടാൻ പോകുന്ന മലയാളികൾക്കാണ്. അതിലൊരു വലിയ പങ്ക് ഈ അഹമ്മദിൻ്റേതാണ് എന്ന് ഞാൻ പറയുന്നു. അതിനാണ് അഹമ്മദ് സാഹിബിനെ അയക്കുന്നത്. അതിന് വേറെ ആരെങ്കിലും അയച്ചിട്ടുള്ള കാര്യമുണ്ടോ? ആട്ടിൻമോലെ പിടിച്ച് നെയ്യാനാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ മതി. അവിടെ പോയി ഇവരെന്ത് ചെയ്യാനാണ് അവിടെ പോയിട്ട്? അപ്പോൾ അഹമ്മദ് സാഹിബാണ് പാർലമെന്റിൽ പോകുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരിക്കൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഡിസ്കഷൻ പാർലമെന്റിൽ വന്നപ്പോൾ മുഴുവൻ പാർലമെന്റ് മെമ്പർമാരിൽ നിന്നും ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ആളെ സെലക്ട് ചെയ്ത് GM ബനാത്വാലിനെ ആയിരുന്നു ആ കാലത്ത്. അങ്ങനെ വേണമെങ്കിൽ ഒരു സെലക്ഷൻ കിട്ടാവുന്ന ഒരു പാർലമെന്റേറിയനാണ് E.T. മുഹമ്മദ് ബഷീർ യാദവ്.